കുഞ്ഞിച്ചോ മിനസാൻ ഞാനും മിഷിൻ്റെ എപ്പിസോഡ് 33ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ഉള്ള ഞാനും മിഷിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഈ ചാനലിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സെക്കൻഡറി ചാനലായിരിക്കും എല്ലാ വീഡിയോസ് ഇടാനായിട്ട് പോകുന്നത്. അതെന്തായാലും നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് എന്തായാലും ഉറപ്പെടുത്തിയേക്കണം. ലിങ്ക് ഇതേ മേളിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്തോ. നമുക്ക് നേരം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ പോയിസൺ സെക്ടറിന്റെ ആ ഒരു എൽഡറിന്റെ ബോഡി ആയിട്ട് അവരവിടുന്ന് എടുത്തുകൊണ്ട് ദൂരത്തേക്ക് പോകുന്നുണ്ട്. വാർഡൻ ച്യൂൺ, കൺഗ്രാജുലേഷൻ ഓഫ് പാസിംഗ് 6th എക്സാമിനേഷൻ. ഈ സമയത്ത് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇയോണ്ടെ അവിടെ നിൽക്കുകയും ചെയ്യും. പെട്ടെന്നായിരുന്നു അവരെല്ലാവരും ഉച്ചത്തിൽ അലറുന്നത്. നമ്മുടെ ലോഡ് ജയിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെല്ലാവരും പറയും ചെയ്യും, മൈ ലോഡ് കൺഗ്രാജുലേഷൻസ്. അല്ലടാ, ഇനി നമ്മുടെ ലോഡിനെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്, എൽഡർ എന്നാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ തമാശയൊക്കെ പറയുകയും ചെയ്യും. ഈ സമയത്താണ് ദൂരത്ത് നിന്ന് അവൻ വിളിക്കുന്നത്, മച്ചാക്ക്. അച്ഛാ, അച്ഛനോ? മകനെ, നീ നന്നായിട്ട് വളർന്നിരിക്കുന്നു. താങ്ക്സ് അച്ഛാ. അല്ല, അച്ഛൻ എങ്ങനെയുണ്ട്, സുഖമാണോ? അതെ, സുഖമായിട്ടിരിക്കുന്നു. എന്നിട്ട് അവൻ വിസ്പർ ടെക്നിക്ക് ചോദിക്കുകയും ചെയ്യും, അല്ല മച്ചാക്ക്, നീ എന്തായാലും നിന്റെ മൈനർ പ്രീസ്റ്റിന്റെ ക്യാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്തോ, ആരാണ് സെർച്ച് ചെയ്യാൻ പോകുന്നതെന്ന്? സത്യം പറഞ്ഞാൽ അച്ഛൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അല്ല, എനിക്ക് ആഗ്രഹമുണ്ട് ഈ 6 സെറ്റ്സിലെ ഒരു ക്യാൻഡിഡേറ്റിനെ എനിക്ക് സെർച്ച് ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ ഹെഡ് പറയുന്നത് ഞാൻ യങ് മാസ്റ്റർ ഇയോൺ ചിയോനെ സെലക്ട് ചെയ്യാനായിട്ടാണ്. മോനെ, നീ എൻ്റെ മകൻ തന്നെയാണ്. നിന്റെ ഡിസിഷൻ ഞാൻ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്യുന്നു. നീ എന്തുകൊണ്ടാണ് അത് പറഞ്ഞെന്നും എനിക്ക് മനസ്സിലായി. പിന്നെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ അവൻ നിന്റെ അളിയനാകും. അതുകൊണ്ട് അവൻ നന്നായിട്ട് കെയർ ചെയ്തേക്ക്. എന്ത്? അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അക്കാഡമി ഡെപ്യൂട്ടിയുടെ ആ ഒരു ഫ്രണ്ട് ഓഫീസാണ് കാണാൻ സാധിക്കുന്നത്. പ്രൊഫസേഴ്സ്, നിങ്ങൾ പുറത്ത് നിന്നാൽ മതി. അതിനുശേഷം ഇയോണ്ടെ പതുക്കെ അകത്തേക്ക് കയറും. അകത്ത് കയറിയ അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ ലിയാട്ടെ അതങ്ങോട്ട് ആക്ട് അടിച്ചുകൊണ്ട് അത് കംപ്ലീറ്റ്ലി സൗണ്ട് പ്രൂഫ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്നാണ് അവൻ മുട്ട് കുത്തിയിരുന്നത്. യങ് മാസ്റ്റർ, താങ്കൾ പല ട്രയൽസിലൂടെ പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് താങ്കൾ ഇവിടം വരെ എത്തിയിരിക്കുന്നു. 6th എക്സാമിനേഷൻ പാസ്സായാൽ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അല്ല, എന്ത്? അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാർലി, താങ്കൾ എന്താണ് ഇതൊക്കെ ചെയ്യുന്നത്? താങ്കൾ ഇപ്പോൾ എല്ലാ തരത്തിലും എക്സാമിനേഷനും പാസ്സായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിയോൺ ബ്ലഡ് ലൈനിൽ നിന്നുള്ള ഒരാൾക്ക് ഞാൻ എൻ്റെ റെസ്പെക്ട് നേരുകയാണ്. അതുപോലെ തന്നെ എന്നോട് താങ്കൾ ക്ഷമിക്കണം. ഇത്ര നാൾ അക്കാഡമിക് റൂൾസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ താങ്കളോട് റൂഡായിട്ട് പെരുമാറിയിട്ടുള്ളത്. ഇനി എന്തായാലും അങ്ങനെ ഉണ്ടാകുന്നതല്ല. പക്ഷേ അതേപോലെ തന്നെ താങ്കളോട് എനിക്ക് നേരിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കൾക്ക് ഡിമോണിക് ലോഡിന്റെ വിസ്ഡം ലഭിച്ചോ? ഡിമോണിക് ലോഡിന്റെ വിസ്ഡമോ? താങ്കൾ എന്താണ് ഈ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. എനിക്കറിയാം താങ്കൾക്ക് എന്നെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ഹോങ് മിയോൺ ലീ, ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡ് ഓഫ് ദി കറന്റ് പെട്രിയാച്ച്, ഞാൻ എൻ്റെ സപ്പോർട്ട് താങ്കൾക്ക് വേണ്ടി അർപ്പിക്കാനായിട്ട് പോകുവാണ്. ദി ഗ്രാൻഡ് ടൂർണമെന്റ് ഓഫ് മൈനർ പ്രീസ്റ്റുഡിന് വേണ്ടി. ആ ഒരു പ്രൂഫിന് വേണ്ടി ഞാൻ എൻ്റെ റോയൽ ബോഡി ഗാർഡിന്റെ ഹൗസ് മെഡിലിയൻ താങ്കൾക്ക് അർപ്പിക്കുന്നു. വാർഡൻ ചിയോൺ, പ്ലീസ് ഇത് അക്സെപ്റ്റ് ചെയ്യണം. അവനിട്ട് ഒന്നും തന്നെ മനസ്സിലാകാതെ അവിടെ നിൽക്കുമായിരുന്നു. അല്ല, ഇതെങ്ങനെയാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ എങ്ങനെയാണ് താങ്കളെ വിശ്വസിക്കേണ്ടത്? താങ്കൾ ഇപ്പോഴും ഒരു റോയൽ ബോഡി ഗാർഡല്ലേ, അതും നമ്മുടെ കറന്റ് പെട്രിയച്ചിന്റെ. അപ്പം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചാണ് മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതെ, താങ്കൾ പറഞ്ഞത് എന്തുകൊണ്ട് ശരിയാണ്. ഞാൻ ഇപ്പോഴും സെർച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ പെട്രിയച്ചിന് തന്നെയാണ്, അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡായിട്ട്. ടെക്നിക്കലി പറയുന്നത് ഞാൻ ഇങ്ങനെ സപ്പോർട്ട് പോലും തരാൻ പാടില്ല എന്നാണ്. പക്ഷേ ഈ റൂൾസിന്റെ എല്ലാത്തിനും തന്നെ മുകളിൽ നിൽക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമുണ്ട്. അങ്ങനെയോ? അതെന്താണ്? എന്റെ റോയൽ ബോഡി ഗാർഡ് ഹൗസ് പറയുന്നത് ഡിമോണിക് സെറ്റിൽ നിന്നുള്ള യഥാർത്ഥ പിൻഗാമികളെ മാത്രം സെർവ് ചെയ്യുക എന്നാണ്. എങ്ങളോട് ഞാൻ ഇനി താങ്കളോട് പറയാൻ പോകുന്നത് വളരെ ചുരുക്കം കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയുന്ന ഒരു വലിയ സീക്രറ്റിനെ പറ്റിയാണ്. അത് താങ്കളുടെ ഉള്ളിൽ തന്നെ താങ്കൾ വെക്കുകയും ചെയ്യണം. ഇപ്പോൾ ഓരോ ജനറേഷനായിട്ട് നമ്മുടെ പെട്രേച്ചിനെ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഡിമോണിക് സോഡാട്ട് എന്ന് പറയുന്നത് യഥാർത്ഥ ഡിമോണിക് സോഡാട്ട് അല്ല. എന്ത്? താങ്കൾ എന്താണ് ഈ പറഞ്ഞത്? അതെ, അത് യഥാർത്ഥ ഡിമോണിക് ലോഡിന്റെ സോർഡ് ആർട്ട് അല്ല. യഥാർത്ഥ ഡിമോണിക് ലോഡ് സോർഡ് ആർട്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയതാണ്. ദി റോയൽ ബോഡി ഗാർഡ് ഹൗസ്, അതായത് ഹെഡ് റോയൽ ബോഡി ഗാർഡ്, ലെഫ്റ്റ് റോയൽ ബോഡി ഗാർഡ് ആൻഡ് റൈറ്റ് റോയൽ ബോഡി ഗാർഡ്, ഇവരുടെ എല്ലാവരുടെ ഹൗസ് ഈ കൾട്ടിന്റെ യഥാർത്ഥ ഫൗണ്ടർ എന്ന ഡിമോണിക് ലോഡ് തൊട്ട് ഇപ്പോൾ ഉള്ള യു ജോൺ ചിയോങ്ങിനെ വരെ സെർവ് ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ നമ്മുടെ ഡിമോണിക് കൾച്ചറിൽ ഇപ്പോൾ ഉള്ള പോലെ 6 സെറ്റ്സും അങ്ങനെയൊന്നും തന്നെ ആദ്യമില്ലായിരുന്നു. അതിനു പകരം പെട്രിയാച്ചിന്റെ വൈഫ് ഒരു ഹോളി ഫയറെ സെലക്ട് ചെയ്തതിനു ശേഷം ഡിവൈൻ മെയ്ഡനായി മാറുന്നതാണ്. ആ ഒരു ഡിവൈൻ മെയ്ഡൻ പുതിയ കുട്ടികൾക്ക് ജന്മം കൊടുക്കുകയും അവർ അടുത്ത മൈനർ പ്രീസ്റ്റ്ഹുഡിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് വരികയും അതുകൊണ്ട് തന്നെ നമ്മുടെ സെറ്റ്സ് ഇംബാലൻസ് ഒന്നും തന്നെയില്ലായിരുന്നു.
പക്ഷേ 500 വർഷങ്ങൾക്ക് മുമ്പാണ് അത് സംഭവിച്ചത്. നമ്മുടെ ഡിമോണിക് കൾട്ടിന്റെ റൂട്ട്സ് എന്ന് പറഞ്ഞ് സോസ്ട്രേങ് ചർച്ചിലെ സിങ് ജിയാങ്ങിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെട്രേജ് അവരുടെ പദവി എടുത്താൽ ആദ്യത്തെ 10 വർഷത്തിനിടയ്ക്ക് ഒരു വട്ടമെങ്കിലും ആ ഒരു മൗണ്ടൻ വിസിറ്റ് ചെയ്തിരിക്കണം. അന്നത്തെ പെട്രേജുള്ള മുഹി ചിയോനാട്ടെ തന്റെ 5ാമത്തെ വർഷം അവിടേക്ക് പോവുകയുണ്ടായി. എന്നാൽ ആ യാത്രയിൽ മുന്നോട്ട് പോയ എല്ലാവർക്കും മരണമായിരുന്നു കാത്തിരുന്നത്, ഇൻക്ലൂഡിംഗ് അന്നത്തെ റൈറ്റ് ഹാൻഡായുള്ള റോയൽ ബോഡി ഗാർഡും. അല്ല, അതെങ്ങനെ സാധ്യമായി? പെട്രേജ് എന്ന് പറയുന്നത് ഈ മാർഷൽ ആർട്ട് ലാൻഡിൽ തന്നെ ടോപ്പ് 5 ഒരാളല്ലേ? അതെ, പക്ഷേ അന്ന് ആ കാര്യം ചെയ്തത് ദി ബെർസെറക് സേബർ ഗോഡാണ്. എന്ത്? ദി ബെർസെർക് സേബർ ഗോഡ്? ഞാൻ ആ പേര് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. നമ്മുടെ കളിലെ ദി ഗ്രേറ്റസ്റ്റ് സോർട്സ്മാൻ വിളിക്കുന്നത് ദി സോ ഡീമൻ എന്നായിരുന്നു. അദ്ദേഹത്തിന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായിരുന്നു ദി ബെർസെറക് സേബർ ഗോഡ്. ആ സമയത്ത് പെട്രേജ് മുഹി ചിയോന് ഉണ്ടായത് ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ഡിമോണിക് ലോഡ് എന്ന കാര്യം വലിയൊരു പ്രശ്നത്തിൽ തന്നെ നേരിട്ടു. പിന്നെ ആ ഒരു ജനറേഷനോട് കൂടി യഥാർത്ഥ സോഡ് ആർട്ടും അവിടെ സീസ് ചെയ്യാനുണ്ടായി. തന്റെ മകൾക്ക് 8 വയസ്സുള്ളപ്പോഴാണ് മുഹി ചിയോൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു ട്രൂ ഉള്ള സക്സസറിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അതേസമയം പ്രീവിയസ് പെട്രേജ് ഒരു ഇൽനസ് കാരണം മരണപ്പെട്ടിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ കൾട്ട് നേരിട്ടല്ല വെച്ച് ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് അന്ന് നേരിട്ടത്. എന്നാൽ കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാനായിട്ട് അന്നത്തെ ഫസ്റ്റ് എൽഡറായിട്ടുള്ള സോഡ് ഡീമൻ വൈസ് പെട്രേജ് എന്ന ആ ഒരു പദവിയിലേക്ക് കയറി. അദ്ദേഹത്തിന്റെ ടാലന്റ് സോഡ്സിൽ മാത്രമല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൾട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ പഴയ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് യഥാർത്ഥ ആ ഒരു ഡിമോണിക് ലോഡ് സോഡ് ആർട്ട് റീസ്റ്റോർ ചെയ്യുക എന്നായിരുന്നു. പക്ഷേ അതിനെപ്പറ്റി ഒരു തരത്തിലെ ഐഡിയ പോലും ഇല്ലായിരുന്നു. എങ്ങനെയാണ് സോഡ് ആർട്ട് വർക്ക് ചെയ്യുന്നത്, ആ ഒരു ബ്രീത്തിങ് ടെക്നിക്, സർക്കുലേഷൻ ടെക്നിക് ഒന്നും തന്നെ അത് റീസ്റ്റോർ ചെയ്യാനായിട്ട് നിയർലി ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ സമയത്താണ് സോഡ് ഡീമൻ ആ ഒരു ഡിറ്റൻഷൻ സെന്ററിലേക്ക് കടക്കുന്നത്. അത് ആദ്യമായിട്ടാണ് ചിയോൺ ബ്ലഡിൽ നിന്ന് അല്ലാത്തൊരാൾ അവിടേക്ക് കടന്നതും. അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ പെട്രേജും ഈ ഒരു റൂമിൽ കടന്നിട്ടുണ്ടെങ്കിലും ഒരാൾക്ക് പോലും ആ ഒരു ഡിമോണിക് ലോഡ് വിസ്റ്റം ലഭിച്ചില്ലായിരുന്നു. സോഡ് ഡീമന്റെ കാര്യം ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കോഡിഫൈങ്ങുള്ള ഫൈറ്റിംഗ് ഫോംസ് ആ ഒരു സാഫയർ സ്റ്റോണിലുള്ള കണ്ടെത്താനായിട്ട് സാധിച്ചു. എങ്കിൽ കൂടിയും യഥാർത്ഥ ബ്രീത്തിങ് ടെക്നിക്കും എനർജി കൺട്രോളും ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് കംപ്ലീറ്റ്ലി പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതാരും കണ്ടെത്തിയിട്ടില്ല. ഏകദേശം 3 വർഷത്തോളമാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് ചെലവഴിച്ചത്. എന്നിട്ട് ആ സാഫയർ സ്റ്റോണുള്ള ഫൗണ്ടേഷൻ വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഒരു സോഡ് ആർട്ട് കണ്ടെത്തി. എന്നിട്ട് സാഫയർ സ്റ്റോണിലുണ്ടായിരുന്ന ആ ഒരു ഫൗണ്ടേഷൻ വെച്ചുകൊണ്ട് അദ്ദേഹം പുതിയൊരു ഡിമോണിക് ലോഡ് സോഡ് ആർട്ട് ക്രിയേറ്റ് ചെയ്യുവാനുണ്ടായത്. എന്നാൽ ഒറ്റ നോട്ടത്തിൽ ആർക്കും തന്നെ അതിന്റെ വ്യത്യാസം കണ്ടെത്താൻ സാധിക്കാഞ്ഞതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അത് പാസ് ഡൗൺ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ അത് പെട്രേജിന്റെ മകൾക്ക് പാസ് ഡൗൺ ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് അവിടെ ഉണ്ടായിരുന്ന ഓരോ സ്റ്റോൺസും ഓരോ മാനുവൽ ലൈബ്രറിയിലേക്ക് എത്തിച്ചത്. അതെന്തായാലും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വാർഡൻ ചിയോൻ അതിന്റെ പുറകിലുണ്ടായിരുന്ന ആ ഒരു പാടുകൾ എല്ലാം തന്നെ സോഡ് ഡീമൻ ക്രിയേറ്റ് ചെയ്തതാണ്. അല്ല, എങ്കിൽ പിന്നെ ആ ഒരു മാർക്സ് ഒക്കെ അതെന്തിനാണ് അദ്ദേഹം ലെഫ്റ്റ് ചെയ്തത്? അതിന് പിന്നിൽ എന്തെങ്കിലും സ്പെസിഫിക് ഉള്ള റീസൺസ് വല്ലതും ഉണ്ടോ? കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അത് നമ്മുടെ ഡിമോണിക് ലോഡിന്റെ വിസ്റ്റമാണെന്ന്. അദ്ദേഹം അത് ചെയ്യുന്നതിന് മുമ്പ് അത് കംപ്ലീറ്റ്ലി കോപ്പി ചെയ്തിരുന്നു. എന്നിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ഫൈറ്റിംഗ് മാനുവലാക്കി ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്തു. എന്നാൽ അവിടെ താങ്കൾ കണ്ടത് അത് തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ആ സമയത്താണ് ഷാവോളിംഗ് ടെമ്പിളിലുണ്ടായിരുന്ന ഉജോങ് എന്ന് പറഞ്ഞ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഉള്ള മാർഷൽ ആർട്സ് ടോപ്പ് 5 ഒരാൾ മരണപ്പെട്ടത്. അവനെ കൊന്നതും ദി ബെർസെറക് സേബർ ഗോഡായിരുന്നു. അതിനുശേഷം സേബർ ഗോഡ് അപ്പിയർ ചെയ്തത് ജിങ്സ്വലായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം ഡെഡ്ലി സ്റ്റീൽ ഫിസ്റ്റിന്റെ കിങ്ങിനെ ഡിഫീറ്റ് ചെയ്തു. അത് കൂട്ടത്തെ ജോങ് ജിയം യുക്കിനെ ഡിഫീറ്റ് ചെയ്തു. എന്നാൽ അവിടെ ശരീരം കണ്ടെത്തി തന്നെ 10 ദിവസത്തിന് ശേഷമാണ്. അത് പർഗേറ്ററി എൻട്രാപ്മെന്റ് ടെക്നിക് യൂസ് ചെയ്തത് കൊണ്ടാണ്. അല്ല, അതിനർത്ഥം അതെ, ബെർസെറക് സേബർ ഗോഡ് ഈ ലോകത്തുള്ള ടോപ്പ് 5 ഉള്ള മാർഷൽ ആർട്ട് ടെക്നിക്കിന്റെ പുറകിലായിരുന്നു. അദ്ദേഹം ഓൾറെഡി 3 പേരെ കൊന്നതുകൊണ്ട് തന്നെ അത്രയും ഉയരങ്ങളിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു. ഇനിയുള്ള 2 പേരെന്ന് പറയുന്നത് മാസ്റ്റർ മിങ്യോൻ ചിയോൺ ആയിരുന്നു, വുട്ടാൻ സെറ്റിൽ നിന്നും. പിന്നുള്ളത് നമ്മുടെ സോഡ് ഡീമൻ. ആ ഒരു പോയിന്റിൽ പുള്ളിക്കാരൻ എന്ത് വെള്ളം ചെയ്യാൻ തയ്യാറായിരുന്നു നമ്മുടെ ബെർസെറക് സേബർ ഗോഡ്. സേബർ ഗോഡിന്റെ വിക്ടംസിന്റെ ബോഡിയിലുണ്ടെന്ന മാർക്സ് കൊണ്ട് ഒരു കാര്യം സോഡ് ഡീമന് ഉറപ്പായി. അദ്ദേഹത്തിന്റെ കയ്യിൽ നിലവിലുള്ള ടെക്നിക്ക് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ബെർസെറക് സേബർ ഗോഡിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ പവർഫുൾ ആയ ഒരു ടെക്നിക് ആവശ്യമായിരുന്നു. ആ ടെക്നിക്കാണ് സാഫർ സ്റ്റോണിന്റെ മുകളിൽ താങ്കൾ കണ്ട 2ാമത്തെ പാടുകൾ. മറ്റു മാർഗങ്ങളൊന്നും മുന്നിലില്ലാത്തതുകൊണ്ട് തന്നെ അന്നത്തെ എൽഡേഴ്സ് അത് ഡിസൈഡ് ചെയ്തു. അവർക്ക് പെർമിഷൻ കൊടുക്കുകയും ചെയ്തു സോഡ് ഡീമനെ അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. സോ അൾട്ടിമേറ്റ് കൗണ്ടർ ടെക്നിക്ക് അതാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അൾട്ടിമേറ്റ് കൗണ്ടർ ടെക്നിക്ക് ആയിരുന്നെങ്കിലും അത് സിമ്പിൾ ഉള്ള സോഡ് ഫൈറ്റിംഗ് ഫോംസ് ആയിരുന്നല്ലോ. 4 വർഷങ്ങൾക്ക് ശേഷം ബെർസെറക് സേബർ ഗോഡ് വീണ്ടും ഡിമോണിക് കൾട്ടിന്റെ ഫ്രണ്ടിൽ അപ്പിയർ ചെയ്തു. ആ സമയത്ത് ഓൾറെഡി അദ്ദേഹം വുട്ടാൻ ഫിസ്റ്റിനെ ഡിഫീറ്റ് ചെയ്തിരുന്നു. ഇനി ആ പാട് ബാക്കി
ബാക്കിയുള്ളതെന്ന് പറയുന്നത് സോഡ് ഡീമൻ മാത്രമായിരുന്നു. ബെർസർക്ക് സേബർ ഗോഡും നമ്മുടെ സോഡ് ഡീമനും കൂടെ 4 ദിവസം നിർത്താതെ ഫൈറ്റ് ചെയ്യണ്ടായി. എന്നാൽ ആ ഫൈറ്റ് അവസാനിച്ചത് ഒരു ഡ്രോയിലായിരുന്നു. പക്ഷേ സോഡ് ഡീമന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ എനോർമസ് ആയുള്ള സാക്രിഫൈസും ചെയ്യേണ്ടി വന്നു. ഈ മാർഷൽ ആർട്സ് ലോകത്തിലെ ഏറ്റവും വിലമതിപ്പുള്ള കാര്യം അദ്ദേഹത്തിന്റെ വലത്തെ കൈ. അതിനുശേഷം ഇതുവരെ ബെർസർക്ക് സേബർ ഗോഡ് മുറിമിൽ ഇതുവരെ അപ്പിയർ ചെയ്തിട്ടില്ല. റൂമേഴ്സ് പറയുന്നത് എനർജിയൊക്കെ കംപ്ലീറ്റ്ലി പോയി പുള്ളിക്കാരൻ പാസ് ഔട്ടായി മരിച്ചുപോയി എന്നൊക്കെയാണ്. ആ ഒരു ഇൻസിഡന്റ് ആണ് നമ്മുടെ കൾട്ടിനെ തന്നെ ചേഞ്ച് ചെയ്തത്. അതിനുശേഷം നമ്മുടെ വൈസ് പെട്രേച്ച് എന്ന പദവിയിൽ നിന്ന് സോഡ് ഡീമൻ ഒഴിയുണ്ടായി. പിന്നെ കറന്റ് പെട്രേച്ചിന്റെ മകളായുള്ള മൂവച്ചിയോൻ പെട്രേച്ച് എന്ന പദവിയിലേക്ക് എത്തി. തന്റെ 16ാമത്തെ വയസ്സിൽ നമ്മുടെ കൾട്ടിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു വുമൺ പെട്രേച്ചും ഉണ്ടാകുന്നത്. എന്നാൽ അവൾക്ക് നമ്മുടെ കൾട്ടിൽ ഒരു തരത്തിലുള്ള പവറും ഇല്ലായിരുന്നു. എന്നാൽ ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് നമ്മുടെ കൾട്ട് തന്നെ ഇങ്ങനെ ചേഞ്ച് ചെയ്തത്. അവൾ 5 ഹസ്ബൻഡ്സിനെ തിരഞ്ഞെടുത്തു. അതിൽ 2 പേര് സോഡ് ടീമിന്റെ പീപ്പിൾസ് ആയിരുന്നു. അതിൽ 2 പേരാണ് നമ്മൾ ഇന്ന് കാണുന്ന ഷാഡോ സെറ്റും സോഡ് സെറ്റും ആയിട്ടുള്ളത്. പിന്നെയുള്ള ബാക്കി 3 പേരെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള പോയിസൺ സെറ്റും മ്യൂസിഷ്യൻ സെറ്റും പിന്നെ സേബർ സെറ്റിന്റെ എൽഡേഴ്സ് ആയിരുന്നു. ആൻഡ് ഫൈനലി സോഡ് ഡീമൻ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. ഈ ഒരു അക്കാഡമി കണ്ടുപിടിച്ചു പുതിയ തലമുറക്ക് വേണ്ടി. അപ്പോൾ ഞാൻ ഈ പറയുന്നത് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ അവിടെ ചെയ്യാൻ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് ഈ അക്കാഡമി കണ്ടുപിടിച്ചത് മേളിൽ ബാക്കിയുള്ളവർക്ക് സഹായിക്കാൻ വേണ്ടി മാത്രമല്ല. അതെ, നമുക്കിവിടെ 2 മെയിൻ ആയുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നത് ഡിമോണിക് ലോഡിന്റെ ആ ഒരു ടീച്ചിങ്സ് സക്സസ്ഫുള്ളി ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ടെത്തണം. സോഡ് ഡീമന് അതിനന്ന് യഥാർത്ഥ ഡിമോണിക് ലോഡ് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ജിയോൺ ബ്ലഡിൽ നിന്നുള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും ഈ വിസ്ഡം കണ്ടെത്താൻ സാധിക്കും, അത് അവേക്കൺ ചെയ്യാൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് അദ്ദേഹം അത് പ്രിസർവ് ചെയ്ത് വെക്കുകയും അത് അക്കാഡമിയുടെ ഒരു ലൊക്കേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ ലൈബ്രറി. അതിനുശേഷം അദ്ദേഹം ഒരു കാര്യം കൂടെ ചെയ്തു. എത്രയൊക്കെ ഇൻഫ്ലുവൻസും പവറും ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് മാത്രം അവർക്കാർക്കും തന്നെ ടാമ്പർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റൂൾസും അദ്ദേഹം മുന്നിലേക്ക് കൊണ്ടുവന്നു. അത് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും യഥാർത്ഥ ഡിമോണിക് ലോണിന്റെ ആ ഒരു ഇൻഹെറിറ്റൻസ് ആരെങ്കിലും ഇൻഡിവിജ്വലിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും നമ്മുടെ നെക്സ്റ്റ് പെട്രിയാച്ച്. അതുമാത്രമല്ല ആ കറൽ പെട്രിയാച്ച് ആ പദവി ഒഴിഞ്ഞു കൊടുക്കേണ്ടതുമാണ്. 500 വർഷം കടന്നുപോയി. ഇതൊരു കഥ മാത്രമായിട്ട് റോയൽ ബോഡിഗാർഡിന്റെ ഹൗസിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു ഒരു ട്രഡീഷൻ എന്ന രീതിയിൽ. പക്ഷേ അപ്പോഴാണ് വാർഡൻ ചിയോങ് താങ്കൾ അപ്പിയർ ചെയ്തത്. പെട്രേച്ചിന് കൂടെ പലതവണ ഇന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ടെക്നിക്കിനെ പറ്റി എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. താങ്കളത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാകത്തില്ലെന്നാണോ താങ്കൾ പ്രതീക്ഷിച്ചത്? പിന്നെ കാണിക്കുന്നത് 3 വർഷത്തിന് മുമ്പ് അവൻ ആദ്യമായിട്ട് ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത ദിവസമാണ്. സർലിയാട്ടെ ഞെട്ടിത്തെറിച്ചുപോയി. അത് ഡിമോണിക് ലോഡ് യൂസ് ചെയ്യുന്നതിന് ടെക്നിക്കലായിട്ട് മോർ ഫിറോഷ്യസും മോർ പവർഫുള്ളും ആയിരുന്നല്ലോ അതിനർത്ഥം. എന്നാൽ അത് കണ്ടതുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ ഫൈനൽ ഉത്തരത്തിലേക്ക് കടക്കാൻ സാധിച്ചില്ല. കാര്യം കറണ്ട് പെട്രേച്ച് താങ്കളത് പഠിപ്പിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എങ്കിൽ താങ്കളത് 2ാമത് ചെയ്തപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഞെട്ടിത്തെറിച്ചുപോയി. എനിക്ക് ഉറപ്പായിരുന്നു ആ ഒരു വിസ്ഡം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് വാർഡൻ ജിയോ, ഞാൻ ഒരു തവണ ചോദിക്കുവാണ്, താങ്കൾക്ക് ശരിക്കും ഡിമോണിക് ലോഡിന്റെ ആ ഒരു വിസ്ഡം ലഭിച്ചോ? അപ്പോൾ ഇനി മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെന്നുകൊണ്ട് അവൻ തല കുനിക്കുകയും ചെയ്യും. മൈ ഗോഡ്നസ്, അടുത്ത സെക്കൻഡ് തന്നെ സാർലി തല നേരെ കുനിച്ചിട്ട് പറയുകയും ചെയ്യും, ഞാൻ ഹ്വാങ് മാലി ലെഫ്റ്റ് ഹാൻഡ് റോയൽ ബോഡികളുടെ പെട്രിയച്ച് താങ്കളെ ഗ്രീറ്റ് ചെയ്യുന്നു, യഥാർത്ഥ ഡിമോണിക് ലോഡിന്റെ സക്സസിനെ ഗ്രീറ്റ് ചെയ്യുന്നു. സാർലി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ ഒരു അക്കാഡമി ഫൗണ്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞിരുന്നു 2 മേജറുള്ള റീസൺസ് ഉണ്ടെന്ന്. പക്ഷേ മറ്റൊന്ന് അതെന്താണ്? ഓ അതോ? പിന്നെ കാണിക്കുന്നത് ആ ഒരു ലൈബ്രറിയാണ്. അവിടേക്ക് ലീയും അതേപോലെ ഇയോണും വരുന്നുണ്ട്. അല്ല സാർലി, താങ്കൾ തന്നെ ഇവിടേക്ക് വന്നത്? നമ്മൾ അണ്ടർഗ്രൗണ്ട് വാൾട്ട് ഓപ്പൺ ചെയ്തിട്ട് പോകുവാണ്. അതിനർത്ഥം അവൻ 6th എക്സാമിനേഷൻ? അതെ. പിന്നെ കാണിക്കുന്നത് അവർ നേരെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഒരു അണ്ടർഗ്രൗണ്ട് വോൾട്ട് അത് ആദ്യമായിട്ടാണ്. ഗ്രീറ്റിംഗ് സാർലി, നമ്മൾ അണ്ടർഗ്രൗണ്ട് വോൾട്ട് ഓപ്പൺ ചെയ്തിട്ട് പോകുവാണ്. ശരിക്കും? അതിനർത്ഥം ഈ ഒരു യങ് മാൻ അവൻ 6ാമത്തെ എക്സാമിനേഷൻ പാസ്സായെന്നാണോ? അവനെ കണ്ടിട്ട് അതിന് തോന്നുന്നില്ല. പക്ഷെ എങ്കിലും ഒരു എൽഡറിനെ ഇവൻ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു ഗാർഡായിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്തതിനു ശേഷം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതെനിക്ക് തുറക്കാൻ സാധിക്കുമെന്ന്. പിന്നെ കാണിക്കുന്നത് അവർ 3 പേരും 3 താക്കോലിട്ടിരിക്കുന്നതാണ്. ഞാൻ 3 വരെ എണ്ണും, 3ാമത്തേൽ വേണം നിങ്ങൾ തിരിക്കാനായിട്ട്. ഓക്കെ, 1 2 3 എന്ന് പറയുന്നിടത്ത് അവർ 2 പേര് ഒരു സൈഡിലേക്കും മറ്റൊരാൾ മാത്രം മറ്റൊരു സൈഡിലേക്കും തിരിക്കും. പെട്ടെന്ന് പല പല ശബ്ദവും അവിടെ കേൾക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് വലിയൊരു സ്ഥലം തുറന്ന് വരികയും ചെയ്യും. അല്ല, നല്ല തണുപ്പാണല്ലോ. അതുമാത്രമല്ല ഈ ഒരു സ്മെല്ല്, ഇതെന്താണ്, വല്ല മൃഗങ്ങളുടെ ശരീരമല്ലോ അകത്തുണ്ടോ? അങ്ങനെ അവർ നേരെ അകത്തേക്ക് കയറി. താങ്കൾ ചോദിച്ചില്ലേ 2ാമത്തെ ഒബ്ജക്റ്റീവ്? അത് ഇതാണ്. അല്ല, ഈ കാണുന്നത് ഇതൊരു മനുഷ്യന്റെ കൈയും മനുഷ്യന്റെ സ്കിന്നും അല്ലേ? ഇതെന്തോ മെഡിസിൻ യൂസ് ചെയ്ത് അവർ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുവാണോ? അല്ല, ഇത് കണ്ടിട്ട് ഏതോ സേബർ അറ്റാക്ക് പോലെ ഉണ്ടല്ലോ. പക്ഷേ നോർമലുള്ള സ്ലാഷസ് ആയിട്ടും തോന്നുന്നില്ല. എനിക്ക് അതിൻ്റെ അന്ന് ഒരു എനർജി സെൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ കണ്ണടച്ച് അത് മനസ്സിൽ നോക്കുകയും ചെയ്യും. നമ്മുടെ ഇജോണട്ടെ പുള്ളിക്കാരൻ്റെ ആ ഒരു സേബർ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു അവതാർ നിസ്സാരമായി തന്നെ പെട്ടെന്ന് അവിടേക്ക് വന്ന് അവനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് കൊന്നു കളയുന്നുണ്ട്.
ഇതെങ്ങനെ സാധ്യമായി? ഇങ്ങനത്തെ ഒരു സേബർ ടെക്നിക്ക് ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് പോലും 2 കോഡിംഗ് ഫയൽ ഫൈറ്റിംഗ് ഫോംസ് മാത്രമേ എനിക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. ഇവിടെ ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അൾട്ടിമേറ്റുള്ള കൗണ്ടർ ടെക്നിക്കും അല്ലെങ്കിൽ ഡിമോണിക് സോഡിന്റെ ആ ഒരു സോഡായിട്ട് ഞാൻ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ കാണുന്ന കൈ നമ്മുടെ സോ ഡീമന്റെ കൈയാണല്ലേ? താങ്കൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലേ? അതെ, 500 വർഷങ്ങൾക്ക് മുമ്പുള്ള സോ ഡീമന്റെ കൈയാണ്. പിന്നെ ഈ ഹ്യൂമൻ സ്കിൻസ് എന്ന് പറയുന്നത് അന്നത്തെ റൈറ്റ് ഹാൻഡ് റോയൽ ബോഡി ഗാർഡ്സിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഈ കാണുന്ന മാനുവൽസ് ആണ് സോ ഡീമൻ ബാക്കി വെച്ചത്. ഒന്നാമത്തത് കോണ്ടംപററി ഡിമോണിക് സോഡ്, രണ്ടാമത് 24 ഡീമൺ സോഡ്, മൂന്നാമത് ബെർസർക്ക് സേബർ ഗോഡ് ടെക്നിക്സിന്റെ അനാലിസിസ്. സോ ഡിമോണിക് ലോഡിന്റെ സക്സസറിനെ മാത്രം കണ്ടുപിടിക്കാനല്ല, യഥാർത്ഥ വിസ്റ്റമുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ കൂടിയായിരുന്നല്ലേ? അതെ, പക്ഷേ അത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന ഡീപ്പ് ഉള്ള ഒരു ഗോൾ കൂടിയുണ്ട്. ദി ബെർസർക്ക് സേബർ ഗോഡിന്റെ ടെക്നിക്സിന്റെ ഒരു കൗണ്ടർ അറ്റാക്ക്. സോ ഡീമൻ മരിക്കുന്നതിന് മുമ്പ് പാസ് ചെയ്യാനായിട്ട് ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതെന്താണ്? സോ ഡീമന്റെയും ബെർസർക്ക് സേബർ ഗോഡിന്റെ ഒരു ഡ്രോ എന്ന് കംപ്ലീറ്റ്ലി പറയാൻ സാധ്യതയില്ല. അത് ഡ്രോ ആയി മാറിയതാണ്. പിന്നെ കാണുന്നത് ആ ഒരു ഫൈറ്റ് ആണ്. നമ്മുടെ ബെർസർക്ക് സേബർ ഗോഡാട്ടെ സോ ഡീമന്റെ ആ കൈ തന്നെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് രണ്ടുപേരും 2 സ്ഥലത്ത് വന്ന് നിൽക്കുകയും ചെയ്യും. അവനാട്ടെ തിരിഞ്ഞിട്ട് പറയുകയും ചെയ്യും, ഞാൻ തിരിച്ചു വരും, ഉറപ്പായിട്ടും തിരിച്ചു വരും. അതിനുശേഷം 4 ദിവസത്തോളം സോ ഡീമൻ അവിടെ കാത്തിരുന്നു. എന്നാൽ ബെർസർക്ക് സേബർ ഗോഡ് തിരിച്ചു വന്നില്ല. അങ്ങനെയാണ് അതൊരു ഡ്രോ ബാറ്റിലായി മാറിയത്. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം തിരിച്ച് പിന്നെ വന്നതുപോലുമില്ല. 15 വർഷങ്ങൾക്ക് ശേഷം സോ ഡീമനും മരിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ 500 വർഷം കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. മേ ബി അദ്ദേഹത്തിന്റെ തലമുറക്ക് അദ്ദേഹം എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഒരു ടെക്നിക്. താങ്കൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ സമയം ചിലവഴിക്കാവുന്നതാണ്. ഈ താക്കൾ താങ്കൾ വെച്ചോളൂ. ഇത് പുറത്തുനിന്ന് പൂട്ടിയാലും അകത്തുനിന്ന് തുറക്കാൻ സാധിക്കും. അതിനുശേഷം ലീയാട്ടെ അവിടുന്ന് പോക്കുകയും ചെയ്യും. സോ ഇതാണല്ലേ ആ ഒരു മാനുവൽസ്. നാനോ എന്തായാലും സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഇതെന്തായാലും 6 സെറ്റ്സിന്റെ ടെക്നിക്ക് വെച്ച് നോക്കാറുള്ളത് കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ ഇതത്ര റിഫൈൻ അല്ല. ഡിമോണിക് സോഡും പിന്നെ അൾട്ടിമേറ്റ് കൗണ്ടർ ടെക്നിക്കും വെച്ച് നോക്കാൻ നേരത്ത് എന്തായാലും എൻ്റെ സോഡ്സിനെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടെക്നിക്ക് തന്നെയായിരിക്കും. പിന്നുള്ളത് ബെർസർക്ക് സേബർ ഗോഡ് ടെക്നിക്ക്. ഇതതിൻ്റെ വീക്ക് സ്പോട്സിനെ മറ്റുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഇത് പ്രതീക്ഷിച്ച അത്ര നല്ലതല്ല. ആൻഡ് ലാസ്റ്റ് 24 ഡീമൺ സോഡ് ടെക്നിക്ക്. ചുരുക്കം പറഞ്ഞാൽ ബെർസർക്ക് സേബർ ഗോഡിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് ഈ അൾട്ടിമേറ്റ് ഉള്ള സോഡ് ടെക്നിക്ക്. പക്ഷേ ഉള്ളത് പറയാലോ, ഇത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം വന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും ഡിഫീറ്റ് ചെയ്യപ്പെടുകയുള്ളായിരുന്നു. ദി ബെർസർക്ക് സേബർ ഗോഡിന്റെ ടെക്നിക്ക് ഞാൻ കണ്ടത് ശരിക്കും പവർഫുൾ ആയിരുന്നു. ഈവൻ ഡിമോണിക് ലോഡിന്റെ 4th കോഡിംഗ് വരെയുള്ള ഫോം വരെ അവന് ഡിഫീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. എങ്കിലും എനിക്കൊന്നുകൂടെ കാണണം. ഞാനോ ആക്ടിവേറ്റ് അജുവിന്റെ റിയാലിറ്റി മോഡ്. നിനക്ക് ആ കണ്ട മാർക്സ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ? തീർച്ചയായും. എങ്കിൽ ഒരു സൈഡിൽ സേബർ ഗോഡിന്റെ ടെക്നിക്കും മറു സൈഡിൽ ഡിമോണിക് ലോഡിന്റെ 4th ആയുള്ള ഒരു ഫോം യൂസ് ചെയ്തോളൂ. അങ്ങനെ 2 അവതാസിനെ അവൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ അവർ രണ്ടുപേരും കട്ടക്കാണ് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ പെട്ടെന്നായിരുന്നു ഒരു അവതാർ അവിടെ കൗണ്ടർ അറ്റാക്ക് ചെയ്തത്. ബെർസർക്ക് സേബർ ഗോഡിന്റെ ടെക്നിക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തെങ്കിൽ കൂടി ബാക്കിലേക്ക് പുഷ് ചെയ്യപ്പെട്ടു. ആ ഒരു സ്ട്രൈക്ക് അവിടെ വീണിരുന്നു. ഡിമോണിക് ലോഡിന്റെ ആ ഒരു സോഡായിട്ടാണ് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ളത്. പക്ഷേ ബെർസർക്ക് സേബർ ഗോഡിന്റെ ടെക്നിക്കിന് ശരിക്കും റോ പവർ ഉണ്ട്. ആ ഒരു പുഷ് ബാക്ക് ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ തലയും കൈയും തന്നെ അവന് മുറിച്ചെടുക്കാനായിട്ട് സാധിച്ചു. ചുരുക്കം പറഞ്ഞ ഡിമോണിക് ലോഡിന്റെ സോഡാറ്റിനെക്കാളും കുറച്ചുകൂടെ ഇൻഫിയർ ആണ്, സ്ലൈറ്റ്ലി ഇൻഫിയർ ആണ് ബെർസറക്കിന്റെ ആ ഒരു സേബർ ഗോഡ് ടെക്നിക്ക്. മേ ബി ഡിമോണിക് ലോഡിന്റെ ആ ഒരു സോഡാനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ടെക്നിക്ക് തന്നെ ഇതായിരിക്കും. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എൻ്റെ ഇവിടെ നാനോയുണ്ട്. നാനോയ്ക്ക് എന്തായാലും അത് കംപ്ലീറ്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡിമോണിക് ലോഡിന്റെ സോഡാറ്റിനെ വരെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു സേബർ ടെക്നിക്ക് ഇതെന്തായാലും ആവശ്യകാലത്ത് കിട്ടുന്ന ഒരു വലിയ ചാൻസ് തന്നെയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.